ഓക്കെ നമ്മൾ മൂന്നാമത് ഹലോ, അപ്പോൾ എന്നുണ്ട് എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് നാട്ടിൽ പോകാൻ ടൈമായി. അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെയൊക്കെ ചില ആൾക്കാരുടെയൊക്കെ ജീവിതത്തില്ലേ ഭയങ്കരമായിട്ട് വെറുത്ത് അങ്ങേയറ്റം വരെ പോയിട്ട് പിന്നെ ഇഷ്ടപ്പെടുന്ന ചില സ്ഥലങ്ങളോ ആൾക്കാരോ ഒക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു സ്ഥലമാണ് എനിക്ക് ഈ സൗദി അറേബ്യ. നമ്മൾ ഒരു സ്ഥലം വെറുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സ് ശരിയല്ലാണ്ട് വരും. അതായിരിക്കും മെയിൻ റീസൺ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ ഉള്ളത് ആ ഒരു ടൈമിൽ എന്താ പറയുക, നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ബാഡ് ആയിട്ടുള്ള കുറേ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കാരണം ഒരു സ്ഥലം വെറുക്കാം. എന്തെങ്കിലുമൊക്കെ കാരണങ്ങളില്ലാതെ ആരും ഒന്നിനെ വെറുക്കത്തില്ലല്ലോ. എൻ്റെ ലൈഫിൽ പല സിറ്റുവേഷൻസ് കാരണമാണ് എനിക്ക് ഈ ഒരു സ്ഥലം ഇഷ്ടമല്ലാണ്ടായത്. ഈ ലോകത്തിലെ 99.9% ആൾക്കാർക്കും പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറയുന്നതാണ് എക്സ്പെക്റ്റേഷൻസ്. ഇനി ഒരാളിലായിക്കോട്ടെ ഒരു സ്ഥലത്തായിക്കോട്ടെ നമുക്ക് ഈ ഉണ്ടാവുന്ന എക്സ്പെക്റ്റേഷൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. നമുക്ക് ഈ എക്സ്പെക്റ്റേഷൻസ് കൂടുമ്പോഴത്തേക്കാണ് നമുക്ക് ലൈഫിൽ സങ്കടങ്ങൾ കൂടുതൽ ഉണ്ടാവുന്നത്. ലൈക്ക് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാകുമ്പോൾ ഷുവറായിട്ടും അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമാവും. അതേസമയം നമുക്ക് ഒരു കാര്യത്തിലും ഓരോ എക്സ്പെക്റ്റേഷൻസ് വെക്കാതിരുന്ന് നോക്ക്, ലൈഫ് ഭയങ്കര കളറായിരിക്കും. അങ്ങനെ ഞാനും സൗദി അറേബ്യയിൽ വന്നപ്പോൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസോടെയാണ് വന്നത്. സൗദി എക്സ്പ്ലോർ ചെയ്യാം, അങ്ങനെ പോവാം, ഇങ്ങനെ പോവാം, അങ്ങനെ ചെയ്യാം. പക്ഷെ ഒരു വകയും നടന്നില്ല കേട്ടോ. വെറും എക്സ്പെക്റ്റേഷൻസ് മാത്രമായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് കൊറോണ ടൈമിലാണ് സൗദിയിലോട്ട് വരുന്നത്. അപ്പോൾ ഒരു 5 days ക്വാറന്റൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്വാറന്റൈൻ എല്ലാം കഴിഞ്ഞിട്ട് ഈവനിങ് ഫ്ലാറ്റിലോട്ട് പോയി ഹസ്ബൻഡ് വിളിക്കാൻ വന്നു. അങ്ങനെ ഫ്ലാറ്റിലൊക്കെ എത്തി. പിന്നെ ഫ്ലാറ്റിലെത്തി 2-3 മാസമൊക്കെ കഴിയുമ്പോഴാണ് അറിയുന്നത് ഞങ്ങളുടെ ക്വാറന്റൈൻ 5 days അല്ലായിരുന്നു. ഞങ്ങളുടെ വിസ എക്സ്പയറി വരെയും ഞങ്ങൾക്ക് ക്വാറന്റൈൻ ആണെന്നുള്ളത്. എൻ്റെ അമ്മോ, ഇവിടെ എന്താ പറയുക, ഇവിടെ വന്നിട്ട് നമ്മളങ്ങനെ പുറത്തിറങ്ങാറെന്ന് വെച്ചാൽ ഭയങ്കര അപൂർവമായിട്ടുള്ള ദിവസങ്ങൾ നമ്മളങ്ങനെ ഇറങ്ങാറുള്ളൂ. ഹസ്ബൻഡ് രാവിലെ ഡ്യൂട്ടിക്ക് പോവും, ഈവനിങ് വരും, ചിലപ്പോൾ ലേറ്റായി വരും, ചിലപ്പോൾ നേരത്തെ വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് ചെയ്യുമല്ലോ. വീട്ടിലുള്ള മിക്കുള്ളവർക്ക് ഇത് റിലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ പിന്നെ ആകപ്പാടെ കിട്ടുന്ന ഒരു ഫ്രൈഡേ ആയിരിക്കും. അപ്പോൾ ഫ്രൈഡേ പുറത്തിറങ്ങാന്ന് വെച്ചാൽ ഇവർക്ക് റെസ്റ്റ് ചെയ്യുന്ന ദിവസമായിരിക്കും. ഇവരിങ്ങനെ ഡ്യൂട്ടിക്ക് പോകും, വരും, മോർണിംഗ് പോകും, ഈവനിങ് വരും. സോ ഫുള്ളി ഒരു എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു ലീവ് കിട്ടുവാണെങ്കിൽ അവർ റെസ്റ്റ് ചെയ്യാനല്ലേ നോക്കുള്ളൂ. ആ ഒരു ടൈമിൽ ഒരു വളർച്ച മുരടിച്ചൊരു ലൈഫായി പോയി എൻ്റെത്. പിന്നെ എൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഉറക്കമായി, ഫുൾ ടൈം ഉറക്കം. വേറെ വഴിയില്ല, സമയം പോണ്ടേ. ഉറക്കമല്ലാതെ എന്തൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും, പക്ഷെ ഇനി എന്തൊക്കെ ചെയ്താലും സമയം പോത്തില്ല. ഞാനിവിടെ ടോട്ടലി ഡിപ്പെൻഡൻ്റ് ആണ്. അങ്ങനെ ഫുള്ളി നമ്മൾ അകപ്പെട്ടു പോയി. ഞങ്ങൾ ഫ്ലാറ്റിൽ വന്നിട്ട് ഒരു 2 weeks കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്തോട്ടൊന്ന് ഇറങ്ങുന്നത്. പുറത്തോട്ട് ഇറങ്ങുന്ന വെച്ചാൽ ഒരു 3-4 മണിയായപ്പോൾ ജസ്റ്റ് എന്തോ ഒരു ഐറ്റം വാങ്ങാൻ വേണ്ടി പോയത്. അങ്ങനെ ഫ്ലാറ്റിലാണെങ്കിൽ അങ്ങനെ വെട്ടമൊന്നും അടിക്കത്തില്ലായിരുന്നു. ഒരു റൂമിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് രാവിലെയാണോ വൈകിട്ടാണോ എന്ന് അറിയുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ വിൻഡോ തുറന്ന് അപ്പുറത്തെ ഫ്ലാറ്റ് ആയിരിക്കും കാണുക. അല്ലാതെ നമുക്കങ്ങനെ വെട്ടവും വെളിച്ചവും കയറുന്ന ഒരു ഏരിയ അല്ലായിരുന്നു. അപ്പോൾ ആ ഇറങ്ങിയ ടൈമിൽ നല്ല വെയിലും വെട്ടവും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ഉണ്ടല്ലോ, അതിന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. കുറേ നാൾ നമ്മൾ ഇരുട്ട് റൂമിലിട്ട് അടച്ചിട്ട് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമ്മൾ അങ്ങനെ നിന്ന് നോക്കണം. അന്നാലേ ആ പറഞ്ഞതിൻ്റെ ഒരു സുഖം മനസ്സിലാവും. അതുവരെ ഇതൊക്കെ വെറും കഥകൾ മാത്രമായിരിക്കും പലർക്കും. നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ചുമ്മാ ഇരുന്നിട്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങി നിന്നിട്ട് ചുറ്റിനും ഒന്നിങ്ങനെ നോക്കുമ്പം എന്തോരം രസമാണെന്നറിയോ. ചുമ്മാതല്ല ഈ പ്രവാസികളൊക്കെ നാട്ടിൽ പോകുമ്പോൾ പച്ചപ്പും മലയും കാടും ഒക്കെ തേടി പോണത്. ഇവനിപ്പം ഞാൻ തന്നെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടിന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുറ്റിനും ഒരു നോട്ടമുണ്ട്. ആഹാ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇവിടെയെന്ന്. ഇതിനെ കൂടുതൽ പറയുന്നത് ആ ടൈമിൽ പറിച്ചു കളയുന്ന പുല്ലിന് പോലും എന്തൊരു സൗന്ദര്യമാണെന്നറിയോ. എനിക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി സൗദിയിലായിരുന്നു. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആയിരുന്നു. 5th month മുതൽ ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ പറയാൻ വേണ്ടല്ലോ, പിന്നെ പുറത്തൊട്ടും പോകാൻ പറ്റത്തില്ല. ഞാൻ ആകെപ്പാടുള്ള സമാധാനം എന്ന് വെച്ചാൽ 2 weeks കൂടുമ്പോൾ എനിക്ക് ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ ഈ ചെക്കപ്പിന് പോകുമ്പോഴത്തേക്ക് പോണത് ഒരു റൂട്ടാണെങ്കിലും ആ ഒരു ടൈമിൽ പുറം ലോകം കാണാം. എൻ്റെ അമ്മോ, ആ ഒരു ടൈമൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ പേടിയാവും. കാരണം ഡിപ്രഷൻ അടിച്ച് അങ്ങേയറ്റമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. മിണ്ടാനും പറയാനും വല്ല മനുഷ്യന്മാരും ഉണ്ടോ? അതും ഇല്ല. ആകെപ്പാടെ തത്തക്ക പറയുന്നതിൻ്റെ ഒരു കുഞ്ഞേ ഉള്ളായിരുന്നു. അതെന്താ പറയുന്നതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവത്തില്ല, ഞാൻ പറയുന്നത് അവർക്ക് ഒട്ടും മനസ്സിലാവത്തില്ല. മാരകമായ ആ ഒരു സിറ്റുവേഷൻ ഞാൻ എങ്ങനെയാണ് സർവൈവ് ചെയ്തതെന്ന് ഇപ്പോഴും എനിക്കൊരു ഐഡിയ ഇല്ല. ഡെലിവറിയും കഴിഞ്ഞ് കൊച്ചിൻ്റെ പാസ്പോർട്ടും കിട്ടിയിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന കാത്ത് ഞങ്ങനെ ഇരിക്കുമായിരുന്നു. ഇവിടെ അങ്ങ് വറുത്തും അടുത്ത് ഇങ്ങോട്ട് വരത്തില്ല എന്ന് പറഞ്ഞു പോയ ഞാൻ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും തിരിച്ച് കയറി വന്നു. ഇവിടെ ഇപ്പം ഞങ്ങൾ മിക്കവാറും പുറത്തായിരിക്കും. ഹസ്ബൻഡ് വന്നില്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് പോകാറുണ്ട്. അത്യാവശ്യം നല്ല ഫ്രണ്ട്സൊക്കെ ആയി. സത്യം പറഞ്ഞ ഇവിടുത്തെ ലൈഫ് സ്റ്റൈലുമായിട്ട് നല്ല രീതിക്ക് യൂസ്ഡ് ആയി. സീരിയസ്ലി ഇവിടെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നിനെ കുറിച്ചും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പരദൂഷണ ഏഷ്യനെ അടി ഇടി വഴക്ക്, പിന്നെ പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ല. സന്തോഷവും സമാധാനത്തോടെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുക. ഇങ്ങോട്ട് വരാൻ ഇഷ്ടമില്ലായിരുന്നു എനിക്കിപ്പോൾ നാട്ടിലോട്ട് പോകാനാണ് വിഷമം. എന്താല്ലേ. അപ്പോൾ ബാക്കി കഥയും വിശേഷങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.